ഞാൻ വന്ന കാര്യം എന്ന് പറഞ്ഞേക്കാം. സത്യത്തിൽ എനിക്കിത് പറയാനൊക്കെ ചമ്മലാണ്. എന്നുവെച്ചാൽ അതിനെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഗതിനെ ഭയങ്കരമായിട്ട് ഈ ദുരുപയോഗം ചെയ്ത് അത് പുറത്തു പറയാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, മഞ്ജുപെണ്ണെ എടീ രാധിക എന്തോ ഞാൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെയൊന്നുമല്ല, മഞ്ജു പത്രോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഞ്ജു പത്രോസ് ഇന്നലെ പറയുന്നത് എന്താ വെച്ചാൽ ഞാനും തുടങ്ങി സബ്സ്ക്രിപ്ഷൻ എന്നാണ്. അതായത് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും അങ്ങ് ഓണാക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 390 രൂപയോ 319 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറാം. നിങ്ങൾ വേറെ ഒന്നും പ്രതീക്ഷിക്കൊന്നും ചെയ്യരുത് കേട്ടോ. മറ്റുള്ളവരെ പോലെയൊന്നും ഞാൻ ചെയ്യൊന്നും ചെയ്യില്ലേ. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അതിൻ്റെ അകത്ത് വരണ്ട. പിന്നെന്ത് തേങ്ങക്കാന്ന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിനി. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ യാത്രകളും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു സഹോദരി, ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഇതിനെതിരെ പോരാടുന്ന ഒരു ധീര വനിതയാണെന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. വളരെയധികം മോശമായി പോയി. ഒന്നുമില്ലെങ്കിൽ നിങ്ങളും ഒരു ചെറുക്കൻ്റെ അമ്മയല്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകനെ പോലെയുള്ള അനേകം പേര് വഴിതെറ്റിപ്പോകാൻ ഇടയുള്ള ഒരു സംഭവമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് കണ്ടതുകൊണ്ട് അതിനെതിരെ പോരാടുന്ന ഒരു ധീര വനിതയായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമാണ് എന്ന് കേട്ടപ്പോഴും പുച്ഛമാണ് തോന്നിയത്. പുച്ഛം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. നിങ്ങൾ പറയണ്ട. അതായത് നിങ്ങൾ ഇനിയിപ്പോഴും വേറെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബലി അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. നിങ്ങൾക്ക് അത്രയൊക്കെ ദാരിദ്ര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യമായിരുന്നത്. വല്ലവൻ്റെയും ഇതുപോലെ പൈസ പിടിച്ചു പറിച്ചിട്ട് വേണോ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ? ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വേറെയൊന്നും കിട്ടൂല കേട്ടോ, വേറെയൊന്നും കിട്ടൂല, ഒന്നും കാണാനും പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ പറയുന്ന ആൾക്കാരുടെ പലരുടെയും ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കാണാൻ കഴിയുന്ന ഞാൻ പറയുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളെ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇതിനെതിരെ പോരാടുന്ന ഒരു ധീര വനിതയാണെന്ന് കരുതി മഞ്ജു പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ടുള്ള പുച്ഛമാണ് തോന്നിയത്. അതായത് എത്രമാത്രം നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ, അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ മൊത്തം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ യുവാക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടം കാമപേക്കൂത്തുകളെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനും തുടങ്ങിയിട്ട് തുണി അഴിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാണുന്നതാണ്. അവിടെയാണ് പറയുന്നത്, എനിക്കിത് പറയാൻ മടിയാണ്, ഇത് ഒരുപാട് ആൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പോരാടുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത് നിങ്ങൾ. അല്ലാതെ എന്ന് പറഞ്ഞ് ഇമാതിരി കോപ്രായങ്ങൾ വരുമ്പോഴും ഞാനും അതിൻ്റെ ഭാഗമാവുകയാണ്. ഇനി നിങ്ങളും സബ്സ്ക്രിപ്ഷൻ ഭാഗമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എല്ലാവർക്കും കൂടി ഒരു യൂണിയൻ ഉണ്ടാക്കാം. ആ യൂണിയൻ ആണ് ഇനി നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ മറ്റുള്ളവർ ശരിയല്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ എന്തുകൊണ്ടാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട്, അതായത് കുറെ നാൾ മുമ്പ് എന്ന് പറഞ്ഞ സലീം കുമാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ സലീം കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഷക്കീല സിനിമയിൽ എൻ്റെ പോസ്റ്ററിൽ ആ പോസ്റ്ററിൽ എൻ്റെ പടം വെക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് അന്ന് പറഞ്ഞുകൂടെ എൻ്റെ പടവും കൂടി വെച്ചോന്ന്? എന്തുകൊണ്ട് അങ്ങേര് വെക്കുന്നില്ല? അതായത് അങ്ങേർക്ക് അന്ന് തോന്നി ഇത് നാണക്കേടാണ്, ഇത് നാലാൾ കണ്ട നാണക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി എന്താണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അതിൽ കയറിയിട്ട് നിങ്ങൾ പറയുകയാണ് ഞാൻ ഡീസൻ്റാണ്, ഞാൻ എൻ്റെ യാത്രകൾ, എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കാം. അതൊക്കെ ഇപ്പോഴും കാണിച്ചാൽ പോരെ? അതൊക്കെ നിങ്ങളുടെ ചാനൽ വഴി നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ? അതെന്താ പൈസ കൊടുത്ത് കാണാൻ വേണ്ടിയിട്ട് അവിടെ എന്താ വേറെ ഒന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പോരെ? എന്തിനാണ് സഹോദരി ഇങ്ങനെ ഇതുപോലെയുള്ള ഈ കോപ്രായങ്ങൾ പറഞ്ഞിട്ട് നാണം കെടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട്, അതായത് എനിക്കൊരു മകനുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയേണ്ടത്, ചില കുട്ടികളുടെയൊക്കെ ആ ഒരു മരിക്കുന്നതിൻ്റെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എൻ്റെ മകനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ധീര വനിതയെ പോലെ സംസാരിച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ പറയുകയാണ് ഞാനും സബിൻ്റെ ഭാഗമാവുകയാണ്. അതായത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കുന്നത്, എല്ലാവരും 10,000-3000 രൂപയൊക്കെ അല്ലേ ഉണ്ടാക്കുന്ന ഒരു ദിവസം. അതായത് 10 സബ്സ്ക്രൈബറെ കിട്ടിക്കഴിഞ്ഞാൽ 30 പിന്നെ 90 3900 കയ്യിൽ വന്നില്ലേ? അങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി ഉറുപ്പ്യ? ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലാതെ വേറെയൊന്നും അല്ല. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്, നിങ്ങൾ ആരും അങ്ങോട്ട് വന്നേക്കല്ലേ, അവിടെ ഒന്നും കിട്ടില്ല കേട്ടാ, അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്.
വളരെയധികം കഷ്ടം തോന്നാറുണ്ട്. അയ്യോ, ഏതായാലും ഒരു കാര്യം ചെയ്യാം, അവർ പറയുന്ന കാര്യം കൂടി കേട്ടിട്ട് വരാം നമുക്കൊന്ന്. പറയാൻ പോയത്, എനിക്ക് ഈ ഇൻസ്റ്റയില് മറ്റേ സബ്സ്ക്രിപ്ഷന്റെ ആ സാധനം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഞാനെന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം വളരെ കുറച്ച് പേര് ചെയ്യുന്ന ഈ പറയുന്ന തോന്നിയവാസങ്ങൾ കാരണം അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കും കൂടെ അത് കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ മോശമായി പോയി. അത് അങ്ങനത്തെ ഒരു നിലയിലേക്ക് അത് വന്നു പോയി. നിന്ന് കഥാപ്രസംഗം പറയുന്ന കാര്യം പറയുവാടാ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ, അപ്പോൾ ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാണ്. നിങ്ങൾ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. അല്ലാത്തവർക്ക് പറ്റുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതല്ലാതെ എൻ്റെ ജീവിതയാത്രകൾ, ഇനി എന്തെങ്കിലും ചെറിയ യാത്രകൾ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ രസകരമായിട്ടുള്ള, എൻ്റെ വിഷമിപ്പിക്കുന്ന, എൻ്റെ സന്തോഷങ്ങൾ, അങ്ങനെയെല്ലാം എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന പോലെ ഇതില്ല, മറ്റേ ലേശം, അതായത് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ഞാൻ ഇതിനെതിരെ പോരാടുന്നതാണ്. അതായത് ഇത് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പലരുമല്ല, മലയാളികളുടെ ഭൂരിഭാഗവും എന്ന് പറഞ്ഞാൽ ഇത് ദുരുപയോഗം ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മകള് എന്തില്ലായിട്ടാണ്, കോടീശ്വരിയാണ് ആ പെൺകുട്ടി. അതായത് ആ യുവതി കോടീശ്വരിയാണ്. അവൾ വരെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കാണിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ടാണ് പറയുന്നത് ഞാനൊന്നും കാണിക്കത്തില്ലേ, ഞാനൊന്നും കാണിക്കൂല, അങ്ങനെയില്ല, ഇങ്ങോട്ട് വരണ്ട എന്ന്. ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങൾക്കൊരു മകനില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഞരമ്പന്മാർ കയറും. നിങ്ങളുടെ എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് ലൈക്കുകൾ കിട്ടും. 390 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന സബ്സ്ക്രിപ്ഷനിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഒരു നല്ല പരിപാടിയല്ല. അത് വളരെ മോശമായ പരിപാടി തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും മിണ്ടിയിട്ട് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അതെന്ന് പറയുന്നത് മഞ്ജു പത്രോസിനെ പോലെയുള്ള ഒരു നടിയായതുകൊണ്ടായിരിക്കാം. ഫാമിലിയുടെ ഇടയിൽ നല്ല ഇമേജ് ഉള്ള ഒരു നടിയാണ്. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നടിയാണ്. പക്ഷേ ഇത് വളരെ മോശമായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മാപ്പില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ മോശമായ കാര്യം തന്നെയാണ്. അപ്പോൾ നന്ദി, നിർത്തുന്നു. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ വന്നോട്ടെ. ബൈ ബൈ.